നിർത്തിക്കൂടെ കുരങ്ങച്ച ഈ കുടി? എന്തിനാണ് വെറുതെ കുടിച്ച് തടി കേടാക്കുന്നത്? നിനക്കുമില്ലേ കുടുംബമൊക്കെ? ഈ ലോകത്ത് എത്രയെത്ര പ്രശ്നങ്ങളാണുള്ളത്. എന്നിട്ടും ആരും തന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നേ ഇല്ല. എല്ലാവരും സ്വാർത്ഥന്മാരാകുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥന്മാർ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവർക്കാണ് സ്വാർത്ഥന്മാർ എന്ന് പറയുന്നത്. നമ്മൾ ആരും തന്നെ ഇങ്ങനെയാവാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് തണലേകുകയാണ് വേണ്ടത്. അതെ അതെ, നമ്മൾ മനുഷ്യന്മാരെ പോലെ ആവാൻ പാടില്ല. എന്താ ചിന്നു, ഇന്നും ക്ലാസ് പോവാണോ? കളിയാക്കരുത്. അത് ചുണ്ടൊരു തമാശ പറഞ്ഞല്ലേ ചിന്നു. ഡിങ്ക ഡിങ്ക. ചിന്നു, നീ എന്നെ കണ്ടുപിടിക്കേ. മര്യാദയോടെ ജീവിച്ചാലേ ഈ ലോകത്ത് ഒന്നും നേടാൻ കഴിയില്ല. കുറച്ചൊക്കെ തിരിഞ്ഞ വഴി എടുത്താലേ നമ്മൾ വിചാരിച്ച സംഗതികൾ നടക്കൂ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. ആര് പറഞ്ഞു? എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഞാനിപ്പോ ആരാ? അടുത്തതായി ഈ കാടാകുന്ന സാമ്രാജ്യം മൊത്തം എന്റേതാകും. നോക്കിക്കോ, വൈകാതെ എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് ആർക്കും അഹങ്കരിക്കാൻ ഒരവകാശവും ഇല്ല ചുണ്ടു.
ഈ സമ്പത്തെല്ലാം തന്ന ദൈവത്തിന് അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ഉണ്ടെന്ന് ഓർക്കുക. നീ ഒന്ന് പോയേ, നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത്. ഏതായാലും ഞാൻ പോവാ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോണില്ല. അഹങ്കാരത്തിന്റെ ഫലം വൈകാതെ അവൻ അറിഞ്ഞോളും. അതെ അതെ. അല്ല, ചിന്നു എങ്ങോട്ടാ പോകുന്നേ? ചിന്നു എങ്ങോട്ടാ പോകുന്നേ? ഞാൻ കല്യാണത്തിന് പോവുകയാ. എനിക്കുമുണ്ടല്ലോ ഡിങ്ക ഡിങ്ക. എന്ത് കല്യാണം? ആരുടെ കല്യാണത്തിനാ ചിന്നു? അല്ല, ചിക്കുവും അങ്ങോട്ടാണോ? ചിന്നു, ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നത്? അല്ല മരമേ, നീ വല്ല പണിയോ ഒപ്പിച്ചോ? ഡിങ്ക ഡിങ്ക. അതൊന്നുമല്ല ചിന്നു, എന്നെ മനുഷ്യന്മാർ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതെയോ? മനുഷ്യന്മാർ തമ്മിലടിച്ച് പരസ്പരം കൊല്ലുന്നു എന്ന് വെച്ച് നമ്മെയും കൊല്ലാൻ വരണോ? നീ പോയാൽ ആരാ നമുക്ക് തണൽ തരിക? അതെ അതെ, ഈ ആധുനിക ലോകത്ത് നിന്നെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനുഷ്യന്മാർ മറന്നുപോയിരിക്കുന്നു. നീ പേടിക്കേണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പോവുകയാ. ശരി ചിന്നു. ചിക്കു, എല്ലാവരും ഈ കാലഘട്ടത്തിൽ വന്ന വഴി മറക്കുന്നു. അതെയോ? പിന്നെ നമ്മൾ എങ്ങനെ തിരികെ പോവും? അതല്ല മണ്ടൂസേ, പിന്നെ ഈ ആധുനിക ലോകത്തെ സുഖാഡംബരത്തിൽ മുഴുകി പഴയ ജീവിത രീതി എല്ലാം മറന്നു പോകുന്നു. ശരിയാണ്. മരച്ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? കല്യാണത്തിന് വരുന്നില്ലേ ചിന്നു? ആ, ഞങ്ങളും വരുന്നുണ്ട്. നീ തോണി ഒന്ന് അടുപ്പിക്ക്. ശരി ശരി, ഞാനിത് അടുപ്പിച്ചിരിക്കുന്നു. സുഖം തന്നെയല്ലേ ചിക്കു? വിശക്കുന്നുണ്ടോന്നൊരു സംശയം. ഊതലേ ഊതലേ. കല്യാണം തകർപ്പനായിരിക്കും അല്ലേ ചിന്നു? ആ, നോക്കാം. ആനച്ചേട്ടന്റേതല്ലേ? കാണാൻ പോകുന്ന പൂരമല്ലേ? അത് ഇപ്പൊ തന്നെ പറയണോ? നമുക്ക് ഏതായാലും നല്ല കോളായി. ഡിങ്ക ഡിങ്ക.